ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ബദാമിൻ്റെ കുറച്ച് ഗുണങ്ങൾ നോക്കാട്ടോ. ബദാം ഒട്ടുമിക്ക ആൾക്കാരും കഴിക്കുന്ന ഒരു വളരെ സൂപ്പറായിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അതിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ബദാം കുട്ടികൾക്ക് കൊടുക്കാൻ കുറച്ച് പാടായിരിക്കും. ഞാനിവിടെ ട്രൈ ചെയ്യുന്നൊരു ടിപ്പാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബദാം ഇതുപോലെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് ഇതിൻ്റെ മധുരമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് കഴിക്കാൻ മടിയായിരിക്കും, അല്ല മുതിർന്ന ആൾക്കാർക്കും മടിയായിരിക്കും. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ കഴിക്കുമ്പോൾ നമുക്കിത് നമ്മളുടെ ഡേറ്റ്സിൻ്റെയൊക്കെ കൂടെ കഴിക്കുവാണെങ്കിൽ പിന്നെയും ഒരു കുറച്ചുകൂടിയൊക്കെ ഇത് ഇഷ്ടം തോന്നും. അല്ലാന്നുണ്ടെങ്കിൽ കഴിക്കാൻ മടി തന്നെയാണല്ലേ. ആ സമയത്ത് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഇതുപോലെ ബദാം ഒന്ന് വറുത്തെടുക്കുക. എണ്ണയൊന്നും ഒഴിക്കരുത്, വെറുതെ നന്നായിട്ട് വറുത്തെടുത്താൽ മതിയാകും. ഇനി നമുക്ക് മറ്റൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഇതുപോലെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതൊന്ന് മെൽറ്റാകുന്ന സമയത്ത് അതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊരു പാനി പോലെ ആക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബദാം ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ബദാം കൊളസ്ട്രോൾ കുറയാൻ നല്ലതാണ്, അതുപോലെ തന്നെ ഷുഗറുകാർക്ക് നല്ലതാണ്. ഷുഗർ രക്തത്തിലേക്ക് പഞ്ചസാരയുടെ അളവിനെ കുറച്ച് കൊടുക്കും. പക്ഷേ ഷുഗറുകാർ കഴിക്കുമ്പോൾ ഇത് ജസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷവും കഴിക്കാവുന്നതാണ്. ഹൃദയാരോഗ്യത്തിന്, ചർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് ഒക്കെ നല്ലതാണ് കേട്ടോ നമ്മളുടെ ഈ ബദാം. ഇത്തിരി കുഞ്ഞനാണെങ്കിലും വളരെയധികം പോഷകഗുണങ്ങളുണ്ട്. അപ്പം നമുക്ക് മക്കൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർ 4 മണിക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ളൊരു ഫുഡ് ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ആ പഞ്ചസാര നന്നായിട്ട് ഇതിലിങ്ങനെ അബ്സോർബായി കറക്റ്റായിട്ട് വരും കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കുന്നിടം വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഒന്നിനോടൊന്നും ഒട്ടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിനുശേഷം നമുക്ക് അടച്ച് ടിന്നുകളിലാക്കി സൂക്ഷിക്കാനായിട്ട് സാധിക്കും. വളരെ നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീടുകളിൽ ഉണ്ടാക്കി വെക്കാവുന്നതേ ഉള്ളൂ. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെക്കുകയാണെങ്കിൽ കുറച്ചധികം ദിവസം ഇത് കേടാവാതെയും ഇരിക്കും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു നല്ല ടിപ്പുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.